ഹലോ, നിങ്ങളൊന്ന് എഴുന്നേൽക്കൂ. നിങ്ങൾ 2 ദിവസമായിട്ട് കിടന്നുറങ്ങുക. അല്ലോ 2 ദിവസം എന്നൊക്കെ പറയുമ്പോൾ എത്ര ദിവസമായി? എൻ്റെ ഐക്യു നോക്കാനെന്ന് പറഞ്ഞാണ്ട് ഇവിടെ കൊടുന്ന് കിടത്തിയതല്ലേ, എന്നിട്ട് ഇപ്പോഴാണ് ഉണർത്തുന്നത്. സോ ഹലോ ഗൈസ്, ആൾ ആർ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ഐക്യു ചെക്ക് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഐക്യു ചെക്ക് ചെയ്യൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ ഓരോ ലെവൽ കഴിയുമ്പോൾ നമ്മുടെ ഐക്യു കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ എത്ര ഐക്യു ഉണ്ടെന്ന് നോക്കാം. അല്ല അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോക്ക് ഒന്ന് ലൈക്ക് കൂടി ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഈ ഡോക്ടർ കുറേ നേരമായിട്ട് വർത്താനം തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോഴും നിർത്തിയിട്ടില്ല. കലപില എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ നേരത്തെ കലപ്പിലേക്ക് ശേഷം ഇയാൾ വെയ്ത്തല വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വെയ്ത്തല പോയി നോക്കാം. ഇയാളാണെങ്കിൽ ഒരുമാതിരി മമ്മൂട്ടിനെ പോലെ സ്ലോ മോഷനിലാണ് നടക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഇന്ന് എവിടെയും എത്തും തോന്നുന്നില്ല. ഇതിങ്ങനെ കുറേ ലാഗാക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ സൈഡിലായിട്ട് എന്തോ 4 പുട്ടുംകുറ്റി പോലത്തെ 4 കളറിലുള്ള എന്തോ സാധനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് നമുക്ക് ഈ 4 ഒന്നിനെ സെലക്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ നമ്മളിതിൽ ഏത് സെലക്ട് ചെയ്യുമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നീല വേണ്ട, നമുക്ക് പച്ച സെലക്ട് ചെയ്തു. അങ്ങനെ ഇനിയും കുറേ നേരമായിട്ട് ഈ ഡോക്ടർ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ഗെയിമിലോട്ടാണ് പോവാം. ഞാൻ ഇയാളുടെ അടുത്ത് സ്കിപ്പാക്കി. അങ്ങനെ നമ്മൾ കുറേ നേരത്തിന് ശേഷം ഫൈനലി നമ്മുടെ ലെവൽ 1 എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഐക്യു എത്രത്തോളം ഉണ്ട് നമുക്ക് ഇന്ന് കണ്ടറിയാം. അപ്പം അതിൻ്റെ ഐക്യു ഏതുവരെ ഏകദേശം പോകുന്നത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ലെവൽ എന്ന് പറയുന്നത് വലിയ ടഫ് ലെവലൊന്നുമല്ല. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ പച്ച ബട്ടണിലൊന്ന് ചവിട്ടിയാൽ മതി, അപ്പോൾ തന്നെ നമ്മളെ ഡോറ് തുറന്നു വരും. ഇത്രയേ ഉള്ളൂ ലെവൽ 1. ഇതൊക്കെ നമുക്ക് സിമ്പിളല്ല. ഇതെന്താ നമ്മളെ മേത് വലൊക്കെ കെട്ടി വെച്ചേക്കണേ? ഓ, ലിഫ്റ്റിന് പകരമാണ് അല്ലേ. അപ്പോൾ ഇത് അടുത്ത ലെവൽ എന്ന് പറയേണ്ടത് ഈ സെൻറ്ററിലുള്ള ഈ റെഡിൽ ചവിട്ടാതെ ഈ സെൻറ്ററിലുള്ള ബട്ടണിൽ ചവിട്ടാനാണ്. ഇതൊക്കെ എന്ത് സിമ്പിൾ, ഡോക്ടറെ കുറച്ച് ടഫുള്ള കാട്ടി. ഇത് ഇങ്ങനത്തെ ഈ ചെറിയ കുട്ടികൾക്കുള്ള കളിയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് നടക്കൂല കേട്ടോ. നമുക്ക് കുറച്ചുകൂടി ടഫായിട്ടുള്ള എന്തെങ്കിലും വേണം. നമ്മൾ പേര് തന്നെ കണ്ടില്ലേ, ഇസ്മായിൽ 67. നമുക്ക് 67 കുറച്ച് ടഫായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വേണം. ഇത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ലൈന് ചാഴിയുമ്പോൾ തട്ടാതെ ചവിട്ടി പോകാനാണ്. ഇതൊക്കെ എന്ത് സിമ്പിളല്ല. ഇത് നമുക്ക് ഇപ്പം തന്നെ ബോറടിച്ച് തുടങ്ങുന്നുണ്ട്. എന്താ ഇത്, വലിയ ലെവലൊന്നും നമുക്ക് ടൈറ്റായിട്ട് തോന്നുന്നില്ല. എന്ത് ചെയ്യും? ഇതിലേറെ അല്ല നമ്മുടെ ടും സഹൂറിൻ്റെ ഏതെങ്കിലും ഗെയിമൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഈ സ്വിച്ച് നിൽക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്വിച്ച് നിൽക്കിയാൽ അടുത്ത ലെവലിലോട്ട് പോകുന്നതാണ്. ഇതെന്താ ഇത്, നമ്മൾ എനിക്ക് തോന്നുന്നത് നമുക്ക് ആദ്യം നല്ല സുഖമുള്ള ലെവലിൽ തന്നെ പറ്റിച്ചാണ്ട് പിന്നെ അങ്ങോട്ട് ടൈറ്റ് ആക്കാനുള്ള പരിപാടിയായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു മെയ്സെങ്കിലും കിട്ടിയിട്ടുണ്ട്. ഇതാണ് പിന്നെയും മെച്ചമുള്ളത്. മറ്റേതെന്താ സ്വിച്ച് നിൽക്കാൻ ചാടാൻ, ഇതൊക്കെ ചെറിയ കുട്ടികൾക്ക് കൊടുക്കണമല്ലേ. ഇത് പിന്നെ നമ്മളെ പോലത്തെ ഒരു വലിയൊരാൾക്ക് കളിക്കാൻ പറ്റിയൊരു ഗെയിമൊക്കെ തന്നെയാണ്. അതോ മാനം കെട്ടാ, ഇതെവിടെ വഴി കാണുന്നില്ല. ഇതൊക്കെ നമുക്ക് സിമ്പിളല്ലേ. നമ്മൾ അടുത്ത ലെവലിലോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ലെവൽ ഐക്യു എത്ര ആയിട്ടുണ്ട്? ഇനി നമുക്ക് ഏതാ ലെവൽ? അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ 5 ലെവൽ ഒരു പുഷ്പം പോലെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു മിസ്റ്റേക്ക് പോലും പറ്റാതെ 5 ലെവൽ അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫ്ലോറിൽ എവിടെ ഒരു കോഡ് ഉണ്ട് എന്നാണ് പറയുന്നത്. ആ കോഡ് അടിച്ചാൽ 6ാമത്തെ ലെവലും കംപ്ലീറ്റ് ആക്കിയത്. ആ കിടക്കുന്ന ബോർഡിൻ്റെ ബാക്കിൽ 5121 അല്ല 5921. ഓക്കെ, ആ കോഡും കിട്ടിയിട്ടുണ്ട്. 6ാമത്തെ ലെവലും ഇതാരാ നമ്മളെ പോലെ തന്നെ ആരോ ഐക്യു നോക്കാനായിട്ട് ഡോക്ടറെ കാണിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ 7th ലെവലായിട്ടുണ്ട്. ഇതെന്താണ്? താത്ത സുഖമായിട്ട് പോയല്ലോ, നമുക്കെന്താ അടക്കാൻ പറ്റാത്തത്? ഓക്കെ, ചെരിഞ്ഞ് പോകാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് ഫോൺ ആയതുകൊണ്ട് അത്ര സുഖമായിട്ട് ചെരിഞ്ഞ് പോകാൻ പറ്റണില്ല. PC-യിലാണെങ്കിൽ കളിക്കാൻ അറിയില്ല. ട്രൈ അഗെയിൻ ഫെയിൽ അഗെയിൻ എന്നാണല്ലോ. നമുക്ക് ഇങ്ങനെ ഒന്ന് ചെരിഞ്ഞ് പിടിച്ച് നോക്കാം. നമ്മളെ സപ്പോർട്ട് ചെയ്യാനാണോ ഇങ്ങോട്ടേനെ വരുന്നത്? നമുക്ക് ആരുടെ ഒരു സപ്പോർട്ടും വേണ്ട. നമുക്കിതൊക്കെ സിമ്പിളേ ഉള്ളൂ. നമ്മളെ പേര് ഇസ്മായിൽ 67 എന്നാണ്. അപ്പോൾ നമ്മൾ 7 ലെവലും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ 8th ലെവൽ എന്താ നോക്കാം. ഓക്കെ, ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയൊരു കുയ്യാണ് തോന്നുന്നു. കുയ്യാണോ മാറ്റാണോ? ഓക്കെ, ഒരു കുയ്യ് തുറന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അതിലോട്ട് ചാടാനാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവരെന്താ ആരും ചാടാത്തത്? എല്ലാവർക്കും പേടിയാണോ? ഞാൻ തന്നെ ആദ്യം ചാടി കാണിക്കേണ്ടി വരുമോ? എൻ്റെ അത്ര ധൈര്യമുള്ള ആരും ഇവിടെ ഇല്ലേ? ചാടാനാണെങ്കിൽ സത്യം പറഞ്ഞ പേടിയുണ്ട്. നമുക്കെന്തായാലും ചാടി നോക്കാം. ഓക്കെ, ഇത് നമ്മളിങ്ങനെ നീങ്ങി കൊടുത്താലായിട്ട് മതി. അതായത് നമ്മൾ ആ റെഡ് ലൈനിൽ റെഡ് ലേസറാണ് തോന്നുന്നു, അതിന്മേൽ തട്ടാതെ ഇങ്ങനെ മാറി കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ നമ്മുടെ ടെലിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മേലോട്ട് തന്നെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 8ാമത്തെ ലെവലും കഴിഞ്ഞിട്ടുണ്ട്. 6, 7, 8 കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ 9th ലെവലാണ്. ഓക്കെ, ഇനി ഇവിടെ എന്താണ് പറയണതെന്ന് നോക്കാം. ഓക്കെ, ആദ്യം ഇവിടെ ഒരു പാറ്റേൺ പോലെ തന്നിട്ട് 1 1 1 2 2 2 3 3 3. അപ്പോൾ നമുക്ക് അടുത്തത് എന്തായാലും 4 4 4 എന്നാവാനാണല്ലോ സാധ്യത അല്ലേ? 3 3 3. ഓക്കെ, അപ്പോൾ 4 4 4 തന്നെ ആയിരിക്കും. നമ്മൾ 4 4 4 അടിച്ചു നോക്കിയിട്ടുണ്ട്. ഓക്കെ, 9ാമത്തെ ലെവലും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒപ്പം കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഐഡിയൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. ഇതിൻ്റെ ഇപ്പോൾ കളിക്കാനാണെങ്കിൽ ആരും ഇല്ലാനായിട്ട് ചടിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ ഒരു കളിയും ഫുള്ളാക്കലില്ല. ഓക്കെ, ഇവിടെ നമുക്കിപ്പോൾ 4 കളർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്പറിലാണെങ്കിലും എല്ലാത്തിനും കളർ ഉണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നത് ആ കളർ നോക്കിയിട്ട് നമ്പർ അടിക്കാനായിരിക്കും. അപ്പോൾ ഇവിടെ ആദ്യം വന്നിട്ടുള്ള വെള്ള നീല അല്ലല്ലോ, വെള്ള അടിക്കടാ, മണ്ടത്തരം കാട്ടി. 5 7 3 പിന്നെ ഏതാ 3 അല്ല 2 0. ഓക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത ലെവലിലോട്ട് പോകും. അപ്പോൾ 10 ലെവൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 11ാമത്തെ ലെവലാണ്. അപ്പോൾ നമ്മൾ 11 ലെവൽ ഒരു മിസ്റ്റേക്ക് പോലും ഇല്ലാതെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്.
ഇവിടെ എന്താ ചെസ് ബോർഡ് പോലെയാണ് ലേസർ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് സിമ്പിളല്ലേ, ഇതൊക്കെ നമ്മൾ എത്ര വട്ടം കണ്ടതാ. ഓക്കെ, നമ്മളിപ്പോൾ 11 കഴിഞ്ഞിട്ടുണ്ട്, ഇനി നമ്മുടെ 12ാമത്തെ ലെവൽ. സത്യം പറഞ്ഞാൽ റോബ്ലോക്സ് കളിക്കുന്ന പുതിയൊരു പ്ലെയറാണ്. അപ്പോൾ എന്തെങ്കിലും നല്ല ഗെയിമുകൾ സജഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കുക. നമുക്കിപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ദിസ് ഈസ് എ ക്രേറ്റ് യു ക്യാൻ പുഷ് ഇറ്റ് അറൗണ്ട്. ഓക്കെ, നമുക്ക് അവിടെ മേലെ ഇതാക്കുന്ന ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അവിടേക്ക് ഈ പെട്ടി നീക്കിയിട്ട് അവിടെ എന്തെങ്കിലും ചെയ്യാനാണോ? ഓക്കെ, അവിടെ എന്തോ ചാടിയിട്ട് എന്തോ ചെയ്യാനാണെന്ന് തോന്നുന്നു. അവിടെ ബട്ടൺ എന്തെങ്കിലും ഉണ്ടാവും. നമുക്ക് ഈ പെട്ടി നീക്കി കയറി നോക്കാം. ഓക്കെ, പെട്ടി കറക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. അത് നോക്കി അടുത്ത ലെവലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 12ാമത്തെ ലെവലും കഴിഞ്ഞ് 13ാമത്തെ ലെവലിലോട്ട് എത്തി. ഓക്കെ, ലെവൽസൊക്കെ പിന്നെയും കുറച്ചുകൂടി മെച്ചപ്പെട്ട് വരുന്നുണ്ട്. എന്നെപ്പോലത്തെ ഒരു പ്ലെയറിന് കളിക്കാൻ പറ്റിയ ലെവൽ അല്ലെങ്കിലും ഓക്കെ. നമുക്കിവിടെ ചാടാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടില്ല അല്ലേ. ഞാൻ ചാടാനുള്ള ഓപ്ഷൻ ഉണ്ടിച്ചിട്ട് പോയി നോക്കിയതാണ്. നമ്മുടെ ചാടാനുള്ള ഓപ്ഷൻ തന്നെ അവരെടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു പെട്ടി വെച്ച് നോക്കേണ്ടി വരും. ഒരു പെട്ടി വെച്ചാൽ കൊള്ളുമോ? ഒരു പെട്ടി വെച്ച് നോക്കിയോ മതിയാവോ? ഇതിനിപ്പോൾ എങ്ങനെ വെക്കുക? ഓക്കെ, ഉരുട്ടിക്കൊണ്ടോ മേലെ കൂടെ ചാടേണ്ടി വരും അല്ലേ. മേലെ കൂടെ ചാടിച്ചേണ്ടി വരും. അപ്പോൾ നമ്മളിതിങ്ങനെ കയറ്റി കൊണ്ടുപോകേണ്ടി വരും. ഇതൊക്കെ ഓക്കെ, ഇതൊക്കെ നമുക്ക് സിമ്പിൾ ലെവൽസ് തന്നെ ആണ്. ഇതെന്താ അത് മുന്നിൽ പോടൂ. ഈ ലെവലൊന്നും വലിയ പ്രശ്നമില്ല. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടഫായി വരുന്നുണ്ട് അല്ലേ. ഓക്കെ, ഈ ലെവലൊന്നും വലിയ പ്രശ്നമില്ല കേട്ടോ. എന്താണെന്നറിയില്ല. നമുക്കിപ്പോൾ 13 ലെവൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 14ാമത്തെ തോന്നുന്നു. 14 ഓക്കെ, 14ാമത്തെ ലെവലാണ്. ഓക്കെ, ഇത് നമ്മുടെ ബ്ലിങ്ക് ആവും തോന്നുന്നല്ലേ. നമ്മൾ ബ്രിഡ്ജ് വന്ന ശേഷമേ ബ്ലിങ്ക് ആവും. ഓക്കെ, നമുക്ക് അത്യാവശ്യം ഐക്യം ഉണ്ടായതുകൊണ്ട് അതൊന്നും വലിയ സീനില്ലാതെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഇത് നമ്മൾ ഒരട്ടം പോലും ചാവാതെ അവിടെ എത്തുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കട്ടോ. അത് കണ്ടിട്ട് വലിയ കുഴപ്പമില്ല, പക്ഷെ ഒരു ചെറിയൊരു പേടി. എല്ലായിടത്തും ശരിയായി, എൻ്റെ ശരിയായില്ലെങ്കിലോ. അവിടുന്ന് ഡയറക്റ്റ് ചാടിയാൽ മതിയായിരുന്നില്ല. ചാടാനുള്ള ബട്ടൺ അവിടെ കാണുന്നില്ലല്ലേ. ജസ്റ്റ് മിസ്. ഞാൻ അവിടെ നിന്ന് നടക്കാനുള്ള പരിപാടിയായിരുന്നു. ഓക്കെ, ഇതെത്തുമോ? ഓക്കെ, ഇത് കഴിഞ്ഞില്ല. ഇതൊക്കെ സിമ്പിളല്ലേ. എല്ലാവരും അപ്പോൾ ലൈക്ക് അടിച്ചോളിട്ടോ. നീ വാക്ക് മാറരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ 14ാമത്തെ ലെവലും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി 15ാമത്തെ ലെവലിലോട്ട് പോവാണ്. അപ്പോൾ ഈ ലെവലിൽ നോക്കുകയാണെങ്കിൽ എന്താണെന്ന് എഴുതി വെച്ചിട്ടില്ല. ഒരു ബ്ലാങ്ക് റൂം, എന്തോ ഒരു ബഗ് അടിക്കണ പോലെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് എയർ അടിച്ച് വിടുക തോന്നുന്നു. നമ്മളിങ്ങനെ അത്യാവശ്യം ഫോഴ്സിൽ നീങ്ങിയാൽ മാത്രമേ അവിടെ എത്തുള്ളൂ തോന്നുന്നു. ഓക്കെ, ചാടി അവിടെ ഇങ്ങനെ തന്നെയാണല്ലേ ലെവൽ. ഞാൻ വിചാരിച്ചു എൻ്റെ ഫോണിൻ്റെ എന്തെങ്കിലും ബഗ്ഗാണെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ലെവലിൽ എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി കളിക്കണ പുൽച്ചാടി പോലെ ഇങ്ങനെ ചാടി അവിടെ എത്തണം. ഇതൊന്നും വലിയ സീനില്ല. ഇതൊക്കെ നമ്മുടെ ഇസ്മായിലിന് 6-7 എന്ത് സിമ്പിൾ ലെവൽസ് അല്ലേ. നിങ്ങളാരെങ്കിലും കളിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ. നിങ്ങളുടെ ഐഡിയൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ 17 എത്രാമത്തെ ലെവലായി മറന്നും പോയല്ലോ. നമുക്ക് എന്തായാലും ഈ ലെവൽ കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, ഇതെന്താണ് പർപ്പിൾ തിങ്ങിൻ്റെ. ഇവിടെ ആയിട്ട് നമ്മളെ പാസ്കോഡ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് തപ്പി നോക്കാൻ നമ്മൾ ഉഷാറാണല്ലോ. കാരണം നമ്മൾ ഡിറ്റക്റ്റീവ് മെഹുലൊക്കെ കണ്ട് വളർന്നൊരു ചെറുക്കനായതുകൊണ്ട് തന്നെ നമ്മൾ ഡിറ്റക്റ്റീവ് മെഹുലിൻ്റെ വലിയൊരു ഫാനാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ വളരെ പുഷ്പം പോലെ സിമ്പിളാണ്. അങ്ങനെ കോഡ് 8 അടിച്ചുകൊണ്ട് നമ്മളെ 19ാമത്തെ 18ാമത്തെ എന്തോ ലെവലാണെന്ന് തോന്നുന്നു. അതും നമ്മുടെ IQ ലെവൽ അതും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, എന്താ ഫോളോ ദ വിൻഡിങ് പാത്ത്. ഓക്കെ, എവിടെ നിന്നാണ് കാറ്റ് വരുന്നത് അങ്ങോട്ട് പോകാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതേനല്ലേ, വേറെ ഓപ്ഷൻ ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിലോട്ട് തന്നെ പോയി നോക്കാം. നമ്മളപ്പോൾ ഈ പച്ച സാധനം എന്തിനു വീട്ടിലെടുക്കാന്ന് അറിയില്ല. ഇതുവരെ നമുക്കൊരു ഉപകാരം ഉണ്ടായിട്ടില്ല. ഇതെങ്ങോട്ടാണ് എത്തുന്ന ഒരു ഐഡിയ ഇല്ലല്ലോ ദൈവമേ. ആ പച്ച സാധനം എങ്ങോട്ടാണ് പോകുന്നത്? ഓക്കെ, മതിലിൻ്റെ അപ്പുറത്തോട്ട് പോലെ. ഇതൊക്കെ എന്ത് ലെവലാണ്? ഇതൊക്കെയാണോ എന്നെപ്പോലത്തെ ഇസ്മായിൽ 6-7 പറ്റിയൊരു ലെവലാണോ ഇത്? നമ്മളിങ്ങനെ കൊച്ചാക്കി കാണല്ലേ. ഓക്കെ, ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാട്ട്. ഈ കട്ടനായി എവിടെ കൊണ്ടുപോയിട്ടാണ്? ഓക്കെ, അവിടെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്. ആ ഗ്യാപ്പിലോട്ടുള്ളതിനായിരിക്കും ഈ കട്ട. അല്ലാതെ ഈ കട്ട എങ്ങോട്ടാ നീങ്ങി കട്ടെ? ഇവിടെ അല്ല. ഫോണ് നന്നായിട്ട് ലാഗ് അടിക്കുന്നുണ്ട്. ആ തലക്കലോട്ടാണ് പോകാനുള്ളത്. പക്ഷെ നമ്മളിവിടെ ഇട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ കട്ട അപ്പോൾ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചാടി ബട്ടൺ നിൽക്കാം. ഓക്കെ, ബട്ടൺ നെക്കിയിട്ടുണ്ട്. ഓക്കെ, ലെവൽ കഴിഞ്ഞു എന്ന് തോന്നുന്നു. ലെവൽ കഴിഞ്ഞിട്ടില്ലേ? ദിസ് ഇസ് വെയിറ്റിംഗ് ബട്ടൺ. ഓക്കെ, ഇതിൻ്റെ മേലെ വെയിറ്റിൽ എന്തെങ്കിലും വെക്കണം. അപ്പോൾ നമുക്ക് ആ ബട്ടൺ നേരെ ഇവിടെ കൊടുന്ന് വെക്കേണ്ടി വരും. അതിനിപ്പോൾ എങ്ങനെ നീക്കുക? അവിടെ കുടുങ്ങിയല്ലോ. ഇനി എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ നമ്മൾ എന്തായാലും റീസെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഒരട്ടം കൂടി ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അധികം അങ്ങോട്ട് പുഷ് ചെയ്യണ്ട. നമുക്കൊരു ഏകദേശം അവിടെ ബട്ടൺ കയറി അടിച്ച ശേഷം നമുക്ക് തിരിച്ചെടുത്ത് കൊണ്ടുവരാൻ പറ്റുന്ന രീതിക്ക് വെച്ച് നോക്കാം. ഓക്കെ, ഇത് മതിയാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ ബട്ടൺ നെക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത് എന്തായാലും പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് ഒരട്ടം തോൽക്കുന്നത്. അപ്പോൾ ചെറിയൊരു മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. എന്നാലും ഒരട്ടല്ലേ തോച്ചിട്ടുള്ളൂ നമ്മൾ ഇത്ര നേരമായിട്ട്. ഓക്കെ, ഇത് നമ്മുടെ മഞ്ഞ ബട്ടൻ്റെ മേലെ കൊണ്ടുപോയി വെച്ചാൽ ഓക്കെ ആ വിൻഡോ തുറക്കുമെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇതേതാ 19ാമത്തെ 18ാമത്തെ എന്തോ ലെവലായിരുന്നു. അതും അങ്ങനെ ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ അടുത്ത ലെവൽ എന്താ നോക്കാം. കുറച്ചുകൂടി ടഫായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വേണേ. ആഡ് ആൾ ദ നമ്പേഴ്സ് ഓൺ ദ ഫ്ലോർ ഫോർ ദ കോഡ്. ഓക്കെ, ഇതെല്ലാം കൂട്ടിയിട്ട് കിട്ടുന്നതാണ് നമ്മുടെ നമ്പർ. അപ്പോൾ 1 1 1 3 3 2 1 2 3 2 1
ഒക്കെ കൂടി കൂട്ടിയിട്ടും ഗണിച്ചിട്ടും ആയില്ല. നമുക്ക് ഒന്നുകൂടി ചെയ്ത് നോക്കാം. നമ്മളിങ്ങനെ കണക്കൂട്ടി 1 2 3 4 5 6 7 8 കണക്കിൽ നമ്മൾ ഭയങ്കര ഉഷാറായതുകൊണ്ട് നമുക്കിത് കുറച്ച് സുഖമായിട്ടാണ് തോന്നുന്നത്. കണക്കിൽ നമ്മളല്ലെങ്കിൽ പണ്ടേ ഉഷാറല്ലേ. ഒരു വിരലിൽ 2 3 4. അപ്പോൾ നമുക്ക് അവസാനം നമ്പർ 17 കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ആ ലെവലും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ എന്ത് 6 7. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത് കോഡ് 3309 ബട്ട് അപ്സൈഡ് ഡൗൺ എന്നാണ് പറയണത്. ഓക്കെ, 3909 അപ്സൈഡ് ഡൗൺ ആക്കുമ്പോൾ 6033 ആവേണ്ടതല്ലേ. 6033 ആണെന്ന് തോന്നുന്നു. ഇതാകെ കൺഫ്യൂഷൻ ആയല്ലോ. എങ്ങനെ 3309 അടിച്ചു നോക്കാം. ഓക്കെ, നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്താണ്. ഇത് 20ാമത്തെ ലെവലല്ലേ. ഓക്കെ, ഇനി 21ാമത്തെ ലെവൽ. അപ്പോൾ നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ നോക്കിയതാണ്. പക്ഷേ ഇസ്മായിലിന് എന്ത് പ്രശ്നം? ഇതൊക്കെ ഒരു പ്രശ്നമാണോ? ഓക്കെ, ഇതിൻ്റെ ബാക്കിൽ എവിടെ കോഡ് ഏൽപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം സത്യം പറഞ്ഞാൽ നമ്മളെ കോഡ് കുറേ ടഫാണെന്ന് വിചാരിച്ചുകൊണ്ട് അത്യാവശ്യം തെണ്ടി നടന്നു. പിന്നെയാണ് അറിയുന്നത് അത്ര ടഫായിട്ടുള്ളൊരു സ്ഥലത്തല്ലായിരുന്നു. ഞാൻ കുറച്ചധികം സ്പീഡിൽ ഇട്ടിട്ടുണ്ട്, കാരണം നിങ്ങൾക്ക് ചടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വെറുതെ ഇതിൻ്റെ ബാക്കിലോട്ട് വന്ന് നോക്കിയപ്പോൾ അതാക്കണം ഇവിടെ വിളിച്ചിരിക്കുന്നു കള്ളൻ 2299. ഈ ഒരു 2 അക്കത്തിന് വേണ്ടിയിട്ട് ഏകദേശം നമ്മൾ 1.5 മിനിറ്റ് നടന്നു. ഇത്ര സിമ്പിളായിട്ടുള്ളൊരു സ്ഥലത്ത് വെക്കും നമ്മൾ വിചാരിച്ചില്ല. നമ്മളൊരു 21ാം ലെവലൊക്കെ എത്തിയതല്ലേ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മളിവിടെ ഈ ഒരു വീഡിയോ നിർത്തുകയാണ്. ഇതിൻ്റെ സപ്പോർട്ട് നോക്കിയിട്ട് ഇതിൻ്റെ ബാക്കി പാട്ട് ഇറക്കുള്ളൂ. ഓക്കെ, ബൈ.